ഭഗവാൻ തുടരുകയാണ്. തൻ്റെ അമ്മ ചോദിച്ചതിനുള്ള മറുപടി അദ്ദേഹം തുടർന്ന് പറയുകയാണ്. ത്രിഗുണാതീതരായി ഭവിച്ച ആ ഭക്തന്മാർ, നേരത്തെ നമ്മൾ ആ ഭക്തിയെപ്പറ്റി കേട്ടു. പരമപുരുഷനായ എന്നിൽ ഉളവാകുന്ന പരാനുരാഗപൂർണമായ ഭക്തി, ഫലകാംക്ഷയോടു കൂടാത്തതും ഗുണത്രയാതീതവും ഭേദഭാവനാരഹിതവും പരമോത്കൃഷ്ടവുമാകുന്നു, സംശയമില്ല തന്നെ. ആ ഭക്തിയെപ്പറ്റിയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അങ്ങനെയുള്ള ഭക്തി ഉള്ളവർ, അവരാണ് ഭക്തന്മാർ. അവർ ഗുണത്രയാതീതരാണ്, സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അതീതരാണ്. അപ്പോൾ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു ഭാവത്തെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആർദ്രമായ ഹൃദയമാണ് ഭക്തി എന്ന് പറയുന്നത്, ആർദ്രതയാണ്. അപ്പം ആർദ്രതയോട് കൂടിയിട്ടുള്ള ഒരു ഹൃദയത്തോടു കൂടിയവരാണ് ഭക്തർ. ത്രിഗുണാതീതരായി ഭവിച്ച ആ ഭക്തന്മാർ, ഭക്തകൾ, ഭക്തർ, സാലോക്യം ഭഗവാനോടൊപ്പമുള്ള വൈകുണ്ഠവാസം, സാർഷ്ടി ഭഗവാനെ പോലെ തന്നെ ഐശ്വര്യപൂർണനായി ഭവിക്കുക, സാമീപ്യം ഭഗവാന്റെ സമീപത്തുള്ള വാസം, സാരൂപ്യം ഭഗവാന്റെ സ്വരൂപത്തിന് തുല്യമായ സ്വരൂപസിദ്ധി, സായുജ്യം ഭഗവാനോടു കൂടി ഒന്നായി ചേരുക എന്നിങ്ങനെ 5 വിധത്തിലുള്ള മുക്തികളിൽ ഒന്നിനെയും കാക്ഷിക്കുന്നില്ല. ഈ ത്രിഗുണാതീതരായി ഭവിച്ച ഭക്തന്മാർ, അവർക്ക് പ്രത്യേകിച്ചൊരു ആഗ്രഹവും ഉണ്ടാവുകയില്ല. അവർക്ക് ഈശ്വരനോടുള്ള സ്നേഹത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ആനന്ദത്തിൽ മാത്രമായിരിക്കും താല്പര്യം. സ്നേഹം ആനന്ദത്തെ ജനിപ്പിക്കും. കുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹവും അമ്മയ്ക്ക് കുട്ടികളോടുള്ള സ്നേഹവും ആനന്ദത്തെ, സന്തോഷത്തെ ജനിപ്പിക്കും. സ്നേഹത്തിന് ഒരു മാധുര്യമുണ്ട്, ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ആ സന്തോഷം അനുഭവിക്കുന്നവർക്ക് വേറെ ഒന്നും വേണം എന്ന് തോന്നില്ല. ഇപ്പോൾ ഭഗവാനെ സാധാരണ ഉപാസിക്കുന്നത് 5 തരത്തിലുള്ള, അതിലേതെങ്കിലും ഒരു തരത്തിലുള്ള മുക്തിക്ക് വേണ്ടിയിട്ടാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാലോക്യം, ഭഗവാനോടൊപ്പമുള്ള വൈകുണ്ഠവാസം, ഭഗവാനോടൊപ്പം നിരന്തരം വസിക്കാൻ സാധിക്കുക, അല്ലലുകളൊന്നും ഇല്ലാതെ ഭഗവാനോടൊപ്പം എന്നും വസിക്കുക, ഭഗവാനെ എപ്പോഴും കാണാൻ സാധിക്കുക. സാർഷ്ടി, ഭഗവാനെ പോലെ തന്നെ ഐശ്വര്യപൂർണനായി ഭവിക്കുക, ഭഗവാൻ എന്തൊക്കെ ഐശ്വര്യങ്ങളുണ്ടോ അതെല്ലാം ലഭിക്കുക. സാമീപ്യം, ഭഗവാന്റെ സമീപത്തുള്ള വാസം. ഇപ്പം ഭഗവാനോടൊപ്പമുള്ള വാസമാണ് സാലോക്യം. ഭഗവാനോടൊപ്പമുള്ള വാസവും സാലോക്യവും സാമീപ്യവും തമ്മിലുള്ള വ്യത്യാസം, വൈകുണ്ഠത്തിലെ വാസമാണ് സാലോക്യം. ഭഗവാനോടൊപ്പം, ഭഗവാനുള്ള സ്ഥലത്ത് വസിക്കുക എന്നുള്ളതാണ്. അവിടെ ഭഗവാനെ കാണാം, പക്ഷെ അത് ദൂരെ നിന്നാണ് കാണുക. സാമീപ്യം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അടുത്ത് നിന്ന് കാണുക, ഭഗവാന്റെ അടുത്ത് നിൽക്കാനും വസിക്കാനും സാധിക്കുക, എപ്പോഴും ഭഗവാന്റെ അടുത്ത് നിൽക്കാൻ സാധിക്കുക, സാമീപ്യം. സാരൂപ്യം, ഭഗവാന്റെ സ്വരൂപത്തിന് തുല്യമായ സ്വരൂപം ഉണ്ടാവുക, ഭഗവാനെ പോലെ തന്നെയായി തീരുക. സായുജ്യം, ഭഗവാനോട് കൂടി ഒന്നായി ചേരുക, ഭഗവാനായി തീരുക. ഈ 5 വിധത്തിലുള്ള മുക്തികളിൽ ഒന്നിനെയും ത്രിഗുണാതീതരായി ഭവിച്ച ഭക്തർ കാക്ഷിക്കുന്നില്ല. സന്തോഷപൂർവം ഇവയിലേതു നൽകാമെന്നു പറഞ്ഞാലും പോലും സ്വീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല. ഇതിലേതെങ്കിലും ഒന്ന് തരാമെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് താല്പര്യമില്ല. അവർക്ക് ഭഗവാനെ ഇങ്ങനെ സ്നേഹിക്കുന്നതിലാണ് താല്പര്യം. സ്നേഹത്തിൻ്റെ ഉദാത്ത ഭാവമാണ് ഭക്തി. അപ്പോൾ ഭഗവാനോടുള്ള ആ സ്നേഹത്തിൽ മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ, അവർക്ക് വേറെ ഒന്നിനോടും താല്പര്യമില്ല. അതായത് ഭഗവാനെ അവർ ഇഷ്ടപ്പെടുന്നത്, അവർ ആരാധിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അത് തന്നെയാണ്, ആ ഭഗവാനെ ആരാധിക്കുക എന്നുള്ളത് തന്നെയാണ്, ഭഗവാനെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, പ്രേമിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അത് തന്നെയാണ് അവരുടെ ആവശ്യവും, അത് തന്നെയാണ് അവരുടെ മാർഗവും. സന്തോഷപൂർവ്വം ഇവയിൽ ഏതും നൽകാമെന്നു പറഞ്ഞാൽ പോലും സ്വീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർക്കൊക്കെയും എന്നെ സേവിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. ഭക്തിയോഗത്തിൻ്റെ വിവിധ ഭേദങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് ഇപ്പോൾ പ്രതിപാദിച്ച
ത്രിഗുണാതീതമായ ഭക്തിയോഗം തന്നെയാണ്. അതുണ്ടായാൽ ഗുണസംബന്ധിയായ ദ്വന്ദ്വഭാവങ്ങളോടുകൂടിയ സംസാര സമുദ്രത്തെ മറികടന്ന് എന്നോട് ചേരുവാൻ ആ ഭക്തൻ യോഗ്യനായി ഭവിക്കുന്നു. ഇതാണ് ഏറ്റവും ഉദാത്തമായ ഭക്തി. ഭക്തിക്ക് പല ഭാവങ്ങളുണ്ട്. അതൊക്കെ ഇനിയും തുടർന്ന് വിസ്തരിക്കും. ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളിലെല്ലാം നമുക്കത് കേൾക്കാം, ഭക്തിയുടെ വിവിധ ഭാവങ്ങളെപ്പറ്റി. അങ്ങനെ ഭക്തിയോഗത്തിൻ്റെ വിവിധ ഭേദങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളതാണ് ഇപ്പോൾ പ്രതിപാദിച്ചിട്ടുള്ള ഭക്തി. ഇതുണ്ടാവുക അത്ര എളുപ്പമല്ല. പക്ഷെ ഇതിനു വേണ്ടി പരിശ്രമിക്കാൻ എല്ലാവർക്കും സാധിക്കും. ക്രമേണ അതെല്ലാവർക്കും സിദ്ധമാവുകയും ചെയ്യും. ഇപ്പോൾ പ്രതിപാദിച്ച ത്രിഗുണാതീതമായ ഭക്തി അത് വളരെ ഉദാത്തമായിട്ടുള്ളതാണ്. അത് എളുപ്പം സാധിക്കുന്നതല്ല, പരിശ്രമിച്ചാൽ ആർക്കും സാധിക്കുന്നതുമാണ്. അതുണ്ടായാൽ ഗുണസംബന്ധിയായിട്ടുള്ള ദ്വന്ദ്വഭാവങ്ങളോടുകൂടിയ സംസാര സമുദ്രത്തെ മറികടന്ന് എന്നോട് ചേരുവാൻ ആ ഭക്തൻ യോഗ്യനായി ഭവിക്കുന്നു. അപ്പം ദ്വന്ദ്വഭാവങ്ങളോടുകൂടിയ സംസാര സമുദ്രം, സംസാരം എന്ന് പറയുന്നത് ഭേദതലത്തിലുള്ളതാണ്. ഗ്രാഹ്യ ഭേദതലത്തിലുള്ളതാണ്. ഗ്രഹിക്കുന്നയാളും ഗ്രഹിക്കപ്പെടുന്ന വസ്തുവും, ഇത് പ്രപഞ്ചത്തിൽ, അതാണ് ഈ സംസാരം, അതാണ് ഈ ലോകം എന്ന് പറയുന്നത്. അത് ഭേദഭാവത്തിൽ ഉള്ളതാണ്. ആ ഭേദഭാവത്തിന് കാരണമായിട്ടുള്ളത് എന്താ? ഗുണസംബന്ധിയായതുകൊണ്ടാണ്. ഗുണസംബന്ധി എന്ന് പറഞ്ഞാൽ സത്വരജസ് തമോ ഗുണങ്ങളുടെ ചേരുവയോട് കൂടിയതാണ് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം. ചിലതിൽ സത്വം കൂടിയിരിക്കും, ചിലതിൽ രജസ് കൂടിയിരിക്കും, ചിലതിൽ തമസ് കൂടിയിരിക്കും. ഇത് മൂന്നിൻ്റെയും കൂടി ഒരു മിശ്രിതമാണ് ഈ ലോകത്തിലുള്ളതെല്ലാം. ആ ഗുണസംബന്ധിയായിട്ടുള്ളതെല്ലാം ഭേദതലത്തിൽ ഉള്ളതുമാണ്. അപ്പം അഭേദതലം എന്ന് പറയുന്നത് ഗുണാതീതമായതാണ്, ത്രിഗുണാതീതമായതാണ് അഭേദതലം. അതുകൊണ്ട് തന്നെ സത്വവും രജസും തമസും ഭേദതലത്തിൽ തന്നെയുള്ളതാണ്. ഈ ഭേദതലത്തിൽ നിന്ന് അഭേദതലത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗുണസംബന്ധി ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഗുണാതീതമായ കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കണം. ഈ ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മെച്ചപ്പെടുത്താൻ ഉള്ള പരിശ്രമമല്ല നടത്തേണ്ടത്. ഈ മൂന്ന് ഗുണങ്ങളെയും അതിക്രമിച്ച് ഗുണാതീതമായി തീരാനുള്ള പരിശ്രമമാണ് നടത്തേണ്ടത്. അങ്ങനെ മറികടന്ന അപ്പോൾ ആ ത്രിഗുണാതീതരായി തീരുമ്പോൾ മാത്രമാണ് ആ ഭക്തിയുള്ള ഒരാൾക്ക് മാത്രമാണ് എന്നോട് ചേരുവാൻ യോഗ്യത ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഭഗവാനോട് ചേരാനുള്ള യോഗ്യത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ത്രിഗുണാതീതമായ ഭക്തി ഉണ്ടാകണം. ത്രിഗുണാതീതമായ ഭക്തി ഉണ്ടായാൽ ഗുണസംബന്ധിയായിട്ടുള്ള ദ്വന്ദ്വഭാവങ്ങളോടുകൂടിയ സംസാര തലത്തെ അതിക്രമിക്കാൻ സാധിക്കും. ഫലകാംക്ഷ കൂടാതെ സ്വധർമ്മത്തെ ആചരിക്കണം. വീണ്ടും സ്വധർമാചരണത്തിലേക്ക് വരികയാണ്. അവരവരിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങളെ ഫലം ആഗ്രഹിക്കാതെ നിർവഹിക്കണം. എളുപ്പമല്ലാതെ ഫലം ത്യജിച്ചിട്ട് പ്രവർത്തിക്കുവാൻ അത്ര എളുപ്പമല്ല. പക്ഷേ ക്രമേണ പരിശീലിച്ചാൽ സാധ്യമാകുന്നതാണ്. നമ്മളുടെ നൈസർഗികമായ വാസനകളെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മളിലുള്ള നൈസർഗികമായിട്ടുള്ള വാസനകളെയാണ് നമ്മൾ പരിപോഷിപ്പിക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടിയാണ് നാം പ്രവർത്തിക്കുന്നതെങ്കിൽ വരുംവരായികളെ തുല്യമായിട്ട് നേരിടുവാനും നമുക്ക് സാധിക്കും. ഇപ്പം നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും അറിയാം, പക്ഷെ നമ്മളെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. നമ്മളെക്കുറിച്ച് നമുക്കുള്ളതും നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ളതും ഭാവനയുടെ അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. ഭാവനാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിന് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് എന്നെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾക്കും ഇപ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളും അടിസ്ഥാനപരമായിട്ട് നിലനിൽക്കുന്നതല്ല. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തിരിച്ചറിയാൻ സാധിക്കണം. നമ്മളോടൊപ്പം കുറച്ച് നേരം നമുക്ക് ഇരിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.
നമ്മളോടൊപ്പം നമ്മൾ ഇരിക്കുമ്പം ഒരുപാട് ചിന്തകളുടെ വേലിയേറ്റവും വേലിയിറക്കവും നമ്മളിൽ ഉണ്ടാകും. ഈ ചിന്തകളുമായിട്ട് നമ്മൾ അത്രയധികം ഇഴുകിച്ചേർന്നിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് ഈ ചിന്തകൾ നമ്മളെ പലതരത്തിലുള്ള ഭാവങ്ങളിലൂടെ വലിച്ചു കൊണ്ടുപോകും. ചിന്തകൾ നമ്മളിൽ ഭാവവ്യത്യാസങ്ങളെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യമില്ലാത്തത്. ഏത് ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക എന്നുള്ളതിന് യാതൊരു നിയമവും ഇല്ല. ഇന്ന ചിന്തകളെ വരാൻ പാടുള്ളൂ എന്നുള്ള നിയമവുമില്ല. എവിടെ ഇരിക്കുകയാണെങ്കിലും എപ്പോഴാണെങ്കിലും ഏത് ചിന്തകൾ വേണമെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വരാം. ഏത് തരത്തിലുള്ള ചിന്തകൾ വേണമെങ്കിലും മനസ്സിലേക്ക് വരാം. പരിശുദ്ധമായ സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് അമ്പലത്തിലൊക്കെ ചെന്ന് തൊഴാൻ നിൽക്കുമ്പോൾ പോലും അഭിലഷണീയമല്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാം. ആ ചിന്തകളുടെ ചിറകുകളിൽ ചേക്കേറി നമ്മൾ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കാം. ആ സഞ്ചാരം നമ്മളിൽ പലതരത്തിലുള്ള ഭാവവ്യത്യാസങ്ങളും ഉണ്ടാക്കാം. പലപ്പോഴും അത് നെഗറ്റീവായിട്ടുള്ള ഭാവങ്ങളായിരിക്കും. പോസിറ്റീവായിട്ടുള്ള ഭാവങ്ങൾ വളരെ കുറവായിരിക്കും. ഒറ്റയ്ക്കിരുന്ന് ചിന്തയ്ക്ക് വിധേയരായാൽ, ഒറ്റയ്ക്കിരുന്നുണ്ടാകുന്ന ചിന്തകൾക്ക് വിധേയരായാൽ പലപ്പോഴും ഉണ്ടാകുന്ന ഭാവം നെഗറ്റീവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പലരും ഒറ്റയ്ക്കിരിക്കാൻ മടിക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് നമ്മളോടൊപ്പം തന്നെ ഇരിക്കാൻ പരിശീലിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് നമ്മളോടൊപ്പം ഇരുന്ന് നമ്മളെ കാണണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളച്ചാട്ടം പോലെയുള്ള ചിന്തകളുടെ കുത്തൊഴുക്കിനെ ഒന്ന് ഒതുക്കി നിർത്താൻ സാധിക്കണം. അതിനാണ് ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കാൻ പറയണത്. ശ്വാസോച്ഛ്വാസത്തിലോ ഭഗവാന്റെയോ മറ്റ് ഇഷ്ടദേവതകളുടെയോ രൂപത്തിൽ ശ്രദ്ധിച്ചാലും മതി, നാമത്തിൽ ശ്രദ്ധിച്ചാലും മതി. ഇപ്പം ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് വളരെ അമൂർത്തമായിട്ടുള്ളൊരു സാധനമാണ്, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ് ശ്വാസോച്ഛ്വാസം. ചിലർക്ക് ഭഗവാന്റെ രൂപത്തിൽ, നമ്മൾ വിസ്തരിച്ച് കേട്ടു ഭഗവാന്റെ രൂപത്തിൽ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്നും ഭഗവാന്റെ രൂപത്തിൽ എങ്ങനെയാണ് ധാരണ ചെയ്യേണ്ടത് എന്നും അതെങ്ങനെയാണ് നമ്മളെ സമാധിയിലേക്ക്, ഏകാഗ്രതയിലേക്ക്, ദീർഘനേരം ഏകാഗ്രമായിട്ടിരിക്കാൻ സാധിക്കുക, അതാണ് സമാധി, അതിലേക്ക് നയിക്കുക എന്നുമൊക്കെ നമ്മൾ വിശദമായിട്ട് കണ്ടു. ചിലർക്ക് രൂപം കൊണ്ട് സാധിക്കും, ചിലർക്ക് അതും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിച്ചാൽ ബോറടിക്കും, താല്പര്യമില്ല, രൂപത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കില്ല, ചിലർക്ക് അങ്ങനെയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പം നമുക്ക് ഇഷ്ടമുള്ള ദേവതയുടെ നാമം എടുത്ത് അതിൽ ശ്രദ്ധിക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഉറക്കം ജപിക്കണം. അത് കഴിഞ്ഞാൽ ആ ജപം പതുക്കെയാക്കി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. പിന്നീട് നമ്മൾ മനസ്സിൽ മാത്രമേ ജപിക്കാൻ പാടുള്ളൂ. അങ്ങനെ മനസ്സിൽ ജപിക്കാൻ പ്രാപ്തരാകുന്ന സമയത്ത് നമുക്ക് ധ്യാനം ആരംഭിക്കാം. അതുവരെയുള്ളത് ഈ ധ്യാനത്തിന് ഉള്ള പരിശീലനമാണ്, ധ്യാനിക്കാൻ ഉള്ള പരിശീലനമാണ്. അങ്ങനെ മനസ്സിൽ ഈ നാമമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രമോ, വലിയ നീളമുള്ള മന്ത്രമോ നാമമോ ആകരുത്. 2 or 3 മാക്സിമം 4 അക്ഷരം വരെയുള്ള നാമങ്ങളാകാം. അതിൽ കൂടുതലായാൽ ബുദ്ധിമുട്ട് വരും. അപ്പം 2 or 3 or 4 അക്ഷരങ്ങളുള്ള ഒരു ഇഷ്ടനാമത്തെ തിരഞ്ഞെടുത്തിട്ട് അത് വാചികമായി ജപിച്ച്, ഉപാംശുവായി ജപിച്ച്, ജിഹ്വികമായി ജപിച്ച് മാനസികമാക്കുക. വാചികം എന്ന് പറഞ്ഞാൽ അവനവന് കേൾക്കാവുന്നവരൊക്കെ, ഉപാംശു എന്ന് പറഞ്ഞാൽ ചുണ്ടുകൾ മാത്രം അനക്കി, ജിഹ്വികം എന്ന് പറഞ്ഞാൽ നാക്ക് മാത്രം ഇളകി, മാനസികം എന്ന് പറഞ്ഞാൽ മനസ്സിൽ മാത്രം ജപിക്കുക. അങ്ങനെ മനസ്സിൽ ആ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പം സ്വാഭാവികമായിട്ടും ചിന്തകൾ ഉണരും, ചിന്തകൾ നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. അതൊക്കെ സ്വാഭാവികമായ പ്രക്രിയയാണ്. ഈ കൊണ്ടുപോകുന്നത് പലപ്പോഴും നമ്മൾ അറിയില്ല. കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുക നമ്മൾ ചിന്തകളുടെ പിടിയിൽപ്പെട്ടിരിക്കുകയാണെന്ന്. അപ്പോൾ കുറ്റബോധമുണ്ടാകരുത്, യാതൊരു വിധത്തിലുള്ള മനപ്രയാസവും ഉണ്ടാകരുത്. സമയം ഇത്രയും വെറുതെ ആയിപ്പോയല്ലോ, അങ്ങനെയുള്ളതൊന്നും വിചാരിക്കരുത്. പതുക്കെ മനസ്സിനെ അതിൽ നിന്ന് നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുന്ന നാമത്തിലേക്ക് കൊണ്ടുവരിക. അപ്പം അങ്ങനെ നാമജപം ധ്യാനമാക്കി മാറ്റാം. എപ്പോഴൊക്കെ മനസ്സ്
ചിന്തകളുടെ പിടിയിൽ പെട്ടു എന്ന് നാം തിരിച്ചറിയുന്നുവോ അപ്പോൾ പതുക്കെ ആ വിടിപ്പിച്ച്, അപ്പോൾ ടെൻഷനൊന്നും ഉണ്ടാവരുത്. അപ്പോൾ സമയം പോയതിനെക്കുറിച്ചോ ഒന്നും വേവലാതി ഉണ്ടാകരുത്. അപ്പം നമ്മളെ തിരിച്ചറിവ് ഉണ്ടാകുന്നു. ആ തിരിച്ചറിവിൽ നമ്മുടെ പിടി വിടുന്നു. ചിന്തകൾക്ക് നമ്മുടെ മുകളിലുള്ള പിടി, നമുക്ക് ചിന്തയുടെ മുകളിലുള്ള പിടിയെ വിടുന്നു. നമ്മുടെ തിരഞ്ഞെടുത്ത നാമത്തിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ കുറച്ച് കാലം നമ്മൾ ധ്യാനിച്ചാൽ, ധ്യാനമാക്കി മാറ്റിയാൽ, നാമജപം ധ്യാനമാക്കി മാറ്റിയാൽ ചിന്തകളുടെ കുത്തൊഴുക്ക് പതുക്കെ കുറയും. അപ്പോൾ നമുക്ക് നമ്മുടെ ശരിക്കുമുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും തിരിച്ചറിയാൻ സാധിച്ചാൽ അത് പരിപോഷിപ്പിക്കാനും അത് അനുഷ്ഠിക്കുവാനും നമുക്ക് സാധിക്കും. നമുക്ക് വേണ്ടതാണെന്നും നമുക്ക് ആവശ്യമുള്ളതാണ് എന്നുമുള്ള തിരിച്ചറിവോടുകൂടിയാണ് നാം പ്രവർത്തിക്കുന്നത് എങ്കിൽ അതിൻ്റെ വരായികകളെക്കുറിച്ച് നമ്മൾ വേവലാതിയുള്ളവരായിരിക്കുകയില്ല. അങ്ങനെയാണ് ഫലകാംക്ഷ കൂടാതെ സ്വധർമ്മത്തെ ആചരിക്കാൻ നമുക്ക് സാധിക്കുക. ഇതെളുപ്പമല്ല. കാരണം നമ്മൾ പൊതുവെ ആധ്യാത്മികതയിലേക്ക് കടന്നു വരുന്നത് പോലും ചിലത് ചെയ്താൽ ചിലത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. അങ്ങനെ കുറേ കാലം ചിലത് ചെയ്തിട്ടും ചിലത് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ പലതരത്തിലുള്ള മാർഗങ്ങളെ അന്വേഷിച്ച് നടക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ ഫലം പ്രതീക്ഷിച്ചിട്ടുള്ള പ്രവൃത്തിയാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. നമ്മളെ നന്നായിട്ടറിയാവുന്ന മഹർഷീശ്വരന്മാർ അതുകൊണ്ട് അവർ രചിച്ച മിക്കവാറും എല്ലാ സ്തുതികളുടെയും ഒടുവിൽ ഫലശ്രുതിയും എഴുതി വച്ചിട്ടുണ്ട്. ഇത് ജപിച്ചാൽ ഇത്ര തവണ ഇത് ജപിച്ചാൽ ഇന്നതൊക്കെ കിട്ടും. കുറച്ച് കാലം നമ്മളത് ജപിച്ച് കഴിയുമ്പം ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ സ്തോത്രാദികൾ ജപിച്ചത് അത് പലപ്പോഴും നമുക്ക് സ്തുതികൾ ജപിക്കുമ്പം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും. വിധിയാകും വണ്ണമാണ് ജപിക്കുന്നതെങ്കിൽ അത് സാധിക്കും. അത് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെയും ആഗ്രഹങ്ങൾ ഉണ്ടാകും. അപ്പം നമ്മൾ പതുക്കെ ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ ചേക്കേറുന്നു. അതൊരിക്കലും ഒഴിഞ്ഞു പോകുന്നില്ല. ആഗ്രഹങ്ങൾ കൂടുമ്പം അസ്വസ്ഥതയും കൂടും. ആഗ്രഹങ്ങൾ സ്വസ്ഥതയല്ല തരുന്നത്, ആഗ്രഹ നിവൃത്തിയാണ്. രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ആഗ്രഹം നമ്മളെ വിട്ടുപോയാലും ആഗ്രഹ നിവൃത്തിയാണ്, അല്ലെങ്കിൽ ആഗ്രഹം പൂർത്തീകരിച്ചാലും ആഗ്രഹ നിവൃത്തിയാണ്. ഈ ആഗ്രഹ നിവൃത്തിയിലാണ് നമുക്ക് സമാധാനം. അപ്പം ആഗ്രഹങ്ങളെ എങ്ങനെയാണ് നിവർത്തിക്കുക എന്നുള്ളതാവും അടുത്ത ചിന്ത. അപ്പം നമ്മൾ പതുക്കെ ഈ ധ്യാനത്തിലേക്ക് ചേക്കേറും. അങ്ങനെ നമുക്ക് നമ്മളെ കൃത്യമായി മനസ്സിലാകാൻ തുടങ്ങും. നമുക്ക് നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാകാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടേതല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മളുടെ ആവശ്യങ്ങളും നാം അനുവർത്തിക്കുമ്പോഴാണ്, നടപ്പിലാക്കുമ്പോഴാണ്, അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോഴാണ് സ്വധർമാചരണം ഉണ്ടാവുക. ആ സ്വധർമ്മം ആചരിക്കുമ്പോൾ ഒന്നും വേണം എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല നമ്മളത് ചെയ്യുക. നമ്മളുടെ തന്നെ നൈസർഗികമായിട്ടുള്ള സ്വഭാവത്തെ നാം അനുവർത്തിക്കുമ്പോൾ ആ അനുവർത്തനം തന്നെ, അനുഷ്ഠാനം തന്നെ നമുക്ക് സമാധാനപരമാണ്. ക്രമേണേ ഇതൊക്കെ സാധിക്കുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും സാധിക്കുകയില്ല. ഫലകാംക്ഷ കൂടാതെ സ്വധർമ്മത്തെ ആചരിക്കണം. അപ്പം പറയുമ്പോൾ നമുക്ക് തോന്നും വളരെ എളുപ്പം കഴിഞ്ഞു എന്ന്. ഏതെങ്കിലുമൊക്കെ പുസ്തകം നോക്കി നമുക്ക് നമ്മുടെ സ്വധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി അത് ആചരിച്ചാൽ മതി എന്ന് നമുക്ക് തോന്നാം. പുസ്തകങ്ങൾക്കനുസരിച്ച് സ്വധർമാചരണം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നവർക്കും സമാധാനം ഒന്നും ഉണ്ടാകുന്നില്ല എന്നും അവരും മറ്റുള്ളവരെ പോലെ തന്നെയാണ് എന്നും ഉള്ള തിരിച്ചറിവാണ് ഈ സ്വധർമ്മത്തിൻ്റെ ശരിക്കുമുള്ള അർത്ഥതലങ്ങളെ അന്വേഷിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്കൊക്കെ എത്തിച്ചേരുന്നത്.